സംസ്ഥാനത്തെ +1 ക്ലാസുകൾ ഇന്ന് തുടക്കമാവുകയാണ്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കും. സംസ്ഥാനത്തെ 2076 സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഇന്ന് +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. അപ്പോഴും 15,000-ഓളം വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ പുറത്തു നിൽക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ ഇതോടൊപ്പം പറയുന്നു. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഇന്നിപ്പോൾ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം. അല്ലേ സുനിഷ? വെരി ഗുഡ് മോർണിംഗ്. എന്താണ് +1 വിദ്യാർത്ഥിനികളുടെ പ്രവേശനോത്സവത്തിന്റെ കാഴ്ചകൾ കോട്ടൺ ഹില്ലിൽ നിന്ന്? എല്ലാവരും വലിയ ആവേശത്തിലാണോ? പഴയ കൂട്ടുകാരികളുടെ ക്ലാസ്സിലേക്ക് ഇരിക്കാൻ കഴിഞ്ഞ സന്തോഷം ഉണ്ടാവും. മാത്രമല്ല പുതിയ കുട്ടികളും കോട്ടൺ ഹില്ലിലേക്ക് വരുന്നവരുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും അരുൺ, +1 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ കുട്ടികൾ ഈ പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഈ 1ാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ പ്രവേശനോത്സവം ഉണ്ടായിരുന്നു. വീണ്ടും കുറച്ചുകൂടി വലിയ കുട്ടികളായതിനു ശേഷം ഒരു പ്രവേശനോത്സവം എന്നതാണ് +1നെ സംബന്ധിച്ചിടത്തോളം. അതുതന്നെയാണ് കുട്ടികൾ ഏതായാലും ആവേശത്തിലാണ്. ഒപ്പം തന്നെ അരുൺ പറഞ്ഞതുപോലെ +1 സീറ്റ് പ്രതിസന്ധി, മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ ഈ ഇത്തരത്തിൽ ഒരു പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ തന്നെയാണ് ഈ +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും 3.25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പലയിടങ്ങളിലായി +1 ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത്. 2076 സ്കൂളുകളിലായി സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് ഇന്ന് പ്രവേശനം നടക്കുകയും ചെയ്യുന്നത്. അല്പസമയം മുമ്പാണ് വി ശിവൻകുട്ടി കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകിയത്. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നിയമസഭയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവുകയായിരുന്നു. കുട്ടികൾ ഈ അധ്യയന വർഷത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വഴിത്തിരിവാകുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയും ചെയ്തത്. ഏതായാലും വലിയ രീതിയിലുള്ള സ്വീകരണ പരിപാടികളാണ് ഓരോ സ്കൂളുകളിലും സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് കോട്ടൺ ഹില്ലിലും കാണാം. ഒരുപക്ഷെ വിദ്യാർത്ഥികളൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇവിടെ കുറച്ച് കുട്ടികൾ +1ലേക്ക് വന്നതാണ്. പുതിയതായിട്ട് ഇവിടെ വരുന്നതാണോ അല്ലെ ഇവിടെ പഠിച്ചതാണ്? ഇവിടെ പഠിച്ചതാണ്. എങ്ങനെയാണ്? ഏതാ കോഴ്സ്? ബയോമാക്സ്. അത് തന്നെയാണോ വെച്ചിരുന്നത്? അത് തന്നെയാണ്. അത് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് തന്നെ ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്കൂളുകളിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏതാണ് കോഴ്സിലേക്ക്? അത് തന്നെയായിരുന്നോ? അത് തന്നെ കൊടുത്തു. ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് തന്നെയാണ് ഇവിടെ തന്നെ പഠിച്ചപ്പോൾ ഇവിടെ തന്നെ. എങ്ങനെയുണ്ട്? കൂട്ടുകാരൊക്കെ കൂടെ തന്നെ ഉണ്ടോ? കൂടെ ഇല്ല, അപ്പുറത്തൊക്കെ എല്ലാം വേറെ വേറെ സബ്ജക്റ്റ്. എങ്ങനെയുണ്ട്? പുതിയ +1ലേക്ക് വീണ്ടും ഒരു പുതിയ കുട്ടിയായിട്ട് വീണ്ടും പ്രവേശനോത്സവമൊക്കെ ആയിട്ട് വരികയാണ്. എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് ഇനി ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്താ സംഭവിക്കണമെന്നൊന്നും അറിയില്ലല്ലോ. പുതിയ ക്ലാസ്, പുതിയ പിള്ളേർ, പുതിയ എക്സ്പീരിയൻസാണ്. ഏതായാലും അരുൺ, വിദ്യാർത്ഥികളൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഇവർ പറയുന്നത് ഇവർ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് വെച്ചത്, ഇഷ്ടപ്പെട്ട സ്കൂളാണ് വെച്ചത്. അത് അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ തന്നെയും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മലബാർ മേഖലയിൽ ഇപ്പോഴും മുഴുവൻ A+ അടക്കം വാങ്ങിയിട്ടും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റോ ഇഷ്ടപ്പെട്ട സ്കൂളുകളോ ലഭിക്കാത്ത അനേകം വിദ്യാർത്ഥികളുണ്ട്. ഏതായാലും മന്ത്രി ഈ വിഷയത്തിൽ ഇന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോഴും ഈ സീറ്റ് പ്രതിസന്ധി എന്നത് ഇപ്പോഴും സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ക് നോക്കാം എന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും സംസ്ഥാനത്തൊട്ടാകെ ശക്തമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് പോലീസ് സുരക്ഷയും മന്ത്രിക്ക് കനത്തൊരു പോലീസ് സുരക്ഷ കൂടി ഒരുക്കിയിരുന്നു. കാരണം ഈ +1 ക്ലാസ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ തന്നെയും ഒരു കനത്ത പോലീസ് സുരക്ഷ നേരത്തെ മന്ത്രിക്ക് നൽകുകയും ചെയ്തിരുന്നു. നേരത്തെ KSU കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാണിക്കുന്നതടക്കമുള്ള വാഹനം തടഞ്ഞുകൊണ്ട് കരിങ്കൊടി കാണിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം കണക്കിലെടുത്ത് ഏതായാലും സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയും വിളിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും അടക്കം തീരുമാനമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വിദ്യാർത്ഥികളുമുള്ളത്. സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. അവിടെ പ്രവേശനം കിട്ടിയ വിദ്യാർത്ഥികളാണ്. താങ്ക് യു സുനിഷ. താങ്ക് യു.